ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. വീക്കെൻഡ് ആണെങ്കിലും മക്കൾക്ക് മദ്രസയുണ്ട്. സാറ്റർഡേ രാവിലെയും സൺഡേ ഉച്ച കഴിഞ്ഞിട്ടുമാണ്. മക്കൾ അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ റവ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. റവയും തേങ്ങയും തൈരും ഉപ്പിട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്ത് രാത്രി തന്നെ വെച്ചതാണ്. അപ്പോൾ അതിലേക്കൊരു ചട്നി റെഡിയാക്കുന്നുണ്ട്. തേങ്ങയും ഇഞ്ചി, കൊല്ലമുളക്, 2-3 ചെറിയ ഉള്ളി ഒക്കെ ഇട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഫ്രീസറിലിരുന്ന തേങ്ങ ആയതുകൊണ്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. മക്കളപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓറിയോ ഷേക്ക്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങി അങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട്. പാലും ഒരു ഓറിയോ ബിസ്ക്കറ്റും ഷുഗറും കൂടി അടിച്ചിട്ട് ഇങ്ങനെ അതും കൊടുക്കുന്നുണ്ട്. ഒരു 8:20 ഒക്കെ ആകുമ്പോൾ താഴെ വണ്ടി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. ദുബായ് ദേരയിലുള്ള ഒരു സുന്നി സെൻറ്റർ മദ്രസയാണ്. സുന്നി മദ്രസയാണ്. നാട്ടിലത്തെ തന്നെ സെയിം ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. വീക്ക് ഡേയ്സിലും ക്ലാസ്സുകളുണ്ട്, വീക്കെൻഡിലും ഉണ്ട്. അപ്പോൾ വീക്ക് ഡേയ്സ് ഇവർ കുറച്ച് ലേറ്റായിട്ട് വരും. അപ്പോൾ 4:30 ഒക്കെ ആകുമ്പോൾ വണ്ടി വരുന്നതുകൊണ്ട് അങ്ങനെ വീക്കെൻഡ് മാത്രമുള്ള ക്ലാസ്സാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ മക്കൾ കഴിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിടന്നൊരു ട്രോളി ആറുനോട് അങ്ങനെ നീക്കിയിടാൻ വേണ്ടി വിട്ട് പറയായിരുന്നു കേട്ടോ. ഫുഡ് അവർ കഴിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു കമ്മ്യൂണിറ്റിയുടെ അകത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് നൈബേഴ്സും ഫ്രണ്ട്സും മീറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ദുബായിൽ എവിടെ താമസിച്ചതിനേക്കാളും ഇവിടെ ഒരു നാട്ടിൽ നിൽക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണ് നമുക്കൊരു മലയാളീസിനാണെങ്കിൽ മലയാളികൾ നമ്മുടെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ നാടൻ പാല് നമുക്കിവിടെ കിട്ടും അജ്മാൻ മാർക്കറ്റിൽ നിന്ന്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ സെയിലുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ. നമുക്ക് ഉപ്പൂട്ട് കർപ്പൂരം വരെ നമുക്ക് ഹോം മെയ്ഡ് കിട്ടും ഇവിടെ. പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ വേണം പറയാൻ, കാരണം എല്ലാ സാധനങ്ങളുടെയും സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ നാടൻ പാല് ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. അത് നമുക്ക് അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെയ്യ് എടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങനെ അത് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് വാങ്ങിയിട്ട് 2 ലിറ്ററൊക്കെ കുറച്ച് എക്സ്ട്രാ വാങ്ങിയിട്ട് തിളപ്പിച്ച് അങ്ങനെ അതിൽ നിന്ന് നെയ്യെടുത്ത് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ തന്നെ ഒരു 3-4 റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഫുഡ് കഴിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അതും നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടിരുന്ന് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വൈബാണല്ലോ. അപ്പോൾ പിള്ളേർ പോയ ഉടനെ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞു എണീറ്റിട്ടുണ്ടായിരുന്നു. അവനെയും കുളിപ്പിച്ച് ഫ്രഷാക്കി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇവിടെ വെജ് മീൽ പോയിട്ട് ഞങ്ങളൊരു മസാല ദോശയും വടയും ചായയൊക്കെ കുടിച്ചു. പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാസമിന് വേറെ ഒന്നും വേണ്ട, മണ്ണ് മതിയിട്ട. പിന്നെ ആളെ അണ്ടർ കൺട്രോളിൽ നമുക്ക് കിട്ടേയില്ല. ആളുടെ കയ്യിലൊരു കാറും ഉണ്ടാവും, പിന്നെ മണ്ണിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. ആദ്യമൊക്കെ നോർമലായിട്ട് കളിക്കും, പിന്നെ തലയിലേക്ക് വാരിയിടലായിരിക്കും പണി. അപ്പോൾ നിഷേനയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. അവളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. വേറെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ ചില സമയങ്ങളിൽ വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെ ആരാണ് അവൈലബിൾ അവരെയും കൂട്ടി അങ്ങനെ ഇറങ്ങും കേട്ടോ. അപ്പോൾ അവളുടെ മക്കളും എൻ്റെ മക്കളും സെയിം മദ്രസയിൽ തന്നെയാണ്. അപ്പോൾ മക്കൾ പോയപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് നേരം പാർക്കിൽ നിന്ന് നല്ല കാറ്റും ഉണ്ടായിരുന്നു. നമ്മളൊന്ന് റിലാക്സ് ആയിട്ടാണ് പോയി വന്നത്. പക്ഷേ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ കിച്ചണിൽ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ കിച്ചൺ ഒന്ന് കംപ്ലീറ്റ് നീറ്റാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇറങ്ങാൻ
പറ്റുള്ളൂ. കാരണം നമുക്കറിയാലോ, നാട്ടിലത്തെ പോലെ അത്രയും സ്പേഷ്യസ് ഒന്നുമല്ല. നമുക്ക് ഉള്ളത് ഒതുക്കി ഒതുക്കി പോയാൽ മാത്രമേ അടുത്ത പണിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ, വെജീസ് എല്ലാം. അപ്പോൾ എൻ്റെ പ്ലാൻ ഒരു ബീട്രൂട്ട് തോരൻ, ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ, പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു തോരൻ, അല്ല മെഴുക്ക് വരട്ടി എന്ന് വേണമെങ്കിൽ പറയാം, പിന്നെ ഒരു നാടൻ മോരുകറി, പിന്നെ ഒരു ചമ്മന്തി, ഒരു ഫിഷ് ഫ്രൈ. ഇത്രയാണ് ആക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ വാഴയിലയും കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരി കുറച്ച് കൂടുതൽ വലിയ കുക്കറിലാണ് ഇടുന്നത്. ഇനി പൊതിച്ചോറായത് പിന്നെ എനിക്കും ഹംദാനും വേണ്ടി മാത്രമേ ഞാൻ പൊതിച്ചോറ് ആക്കുന്നുള്ളൂ. കാരണം ഹാറൂന് അങ്ങനെ ഫുഡിനോടേ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആൾക്കങ്ങനെ അതിനോടൊന്നും കണ്ടാലൊരു എക്സൈറ്റ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നല്ല എൻജോയ് ചെയ്ത് കഴിക്കണ ഒരാൾ ഹംദാൻ മാത്രമാണ്. അപ്പോൾ അവനിക്കും എനിക്കും വേണ്ടിയിട്ട് മാത്രം രാത്രിയിലത്തേക്കും ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 പൊതിച്ചോറാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മാങ്ങ ഇൻസ്റ്റൻറ്റ് അച്ചാറിന് വേണ്ടിയിട്ട് ഉലുവാപ്പൊടി ആവശ്യമുണ്ട്. അപ്പോൾ ഉലുവ നോക്കിയപ്പോൾ കാണുന്നില്ല, അപ്പോൾ അങ്ങനെ അത് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ആളെൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ കിച്ചണിൽ വരും. ആൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. അപ്പോൾ പോയി വന്ന ഉടനെ ഞാൻ കുളിപ്പിക്കുകയും ചെയ്തിട്ടാണ്. കാരണം അത്ര മണ്ണിൽ ഉരുണ്ട് പുരണ്ടാണ് വന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഡ്രസ്സും വാഷ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. തുടച്ചിട്ടൊന്നുമില്ല, എനിക്ക് തുടയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ കിച്ചണിൽ എന്തായാലും ഈ പണികൾ കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉരുളക്കിഴങ്ങ് കുറച്ച് നേരത്തെ ഞാൻ കട്ട് ചെയ്തിട്ട്, അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ചെറിയൊരു സവാളയും ഉപ്പും ചതമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇത്രയും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിച്ചിട്ടില്ല, ഞാനിങ്ങനെ പൊരിച്ച പോലെ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും പൊട്ടറ്റോ ഇങ്ങനെ വായി വരാൻ വേണ്ടിയിട്ട്. വേവ് കുറച്ച് കൂടുതലായിരിക്കും, നമ്മൾ വേവിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അവിടെ കിടന്ന് ആയിക്കോട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്കും സവാള, പച്ചമുളക്, കറിവേപ്പില, ഉപ്പും മഞ്ഞളൂട്ട് അതും തിരുമ്മി കടുക് പൊട്ടിച്ച്. അപ്പോൾ ഈ ഒരു ചട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അതിൽ കടുക് പൊട്ടി വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇന്ന് നല്ല പോലെ പുകഞ്ഞിട്ട് ഈ ചട്ടി പുകഞ്ഞിട്ട് അടിയിൽ നിന്ന് തീയൊക്കെ വന്ന് അങ്ങനെ ആ ചട്ടി ഞാൻ ഉപേക്ഷിച്ചു. അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ചട്ടി അടുപ്പത്ത് വെച്ചാലും ഒരുപാട് സമയം എടുക്കും. പ്രത്യേകിച്ച് കടുക് പൊട്ടിക്കുന്ന ദിവസമാണെങ്കിൽ അടുക്കളയും ഫുള്ള് പുകയായാലും മാത്രമേ കടുക് പൊട്ടി വരുള്ളൂ. ഇനി ഒരിക്കലും എടുക്കരുതെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഒരു തീയും കൂടി അതിൽ നിന്ന് സ്പാർക്കായിട്ട് ഇങ്ങനെ വന്നിട്ടാണ്. അപ്പോൾ ഞാൻ ചട്ടി മാറ്റി അത് നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉലുവ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊട്ടറ്റോ ആയിട്ടുണ്ട്, റൈസും ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് ചോറും വടിച്ചെടുക്കാം. ബീട്രൂട്ടും വന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ ചെറിയൊരു ബൗളിലേക്ക് മാറ്റി പാത്രങ്ങളൊക്കെ അപ്പോൾ വാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം മാങ്ങ നമുക്ക് ഇൻസ്റ്റൻറ്റ് അച്ചാർ ആക്കിയെടുക്കുക. ഈ സദ്യക്കൊക്കെ കിട്ടുന്ന പോലെ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ പൊടിച്ച് വെച്ച ഉലുവാപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, പിന്നെ കായപ്പൊടി, വെളിച്ചെണ്ണ. ഞാൻ നോക്കിയപ്പോൾ നല്ലെണ്ണ ഇല്ല, നല്ലെണ്ണയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ആയാലും മതി, നമുക്ക് ഇൻസ്റ്റൻറ്റ് ഇപ്പോൾ തന്നെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ മാങ്ങ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പകുതി തിന്ന് തീർക്കും. പിന്നെ ഉമ്മ ഉണ്ടാക്കണ കണ്ടാൽ അടുക്കളയിൽ കയറി ഇറങ്ങി നമ്മൾ കഴിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴൊന്നും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. പുളീനോടുള്ള ഇഷ്ടമൊക്കെ എങ്ങനെയോ പോയി. ഇപ്പോൾ ഹംദാനാണ് അതിൻ്റെ ആൾ വന്നും കയറിയും പോയി അങ്ങനെ അത് തിന്ന് തീർക്കും കേട്ടോ. അതൊരു ദിവസം പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ ആ അച്ചാർ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയില മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് മസാല വെച്ച് വെക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് വിനീഗർ, ഇത്രയാണ് കേട്ടോ മീനിൽ ചേർത്തേക്കുന്നത്. അപ്പോൾ ബാക്കി ഉലുവാപ്പൊടി ഞാനൊരു കുപ്പിയിലേക്കാക്കി അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്.
നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു മോര് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൈര് നല്ലപോലെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും മാത്രം ഇടുക. എന്നിട്ട് ഈ അടിച്ച് വെച്ചേക്കുന്ന തൈര് അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ചൂടായും തിള വരാനൊന്നും നിൽക്കണ്ട. കാരണം ഈ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ചൂട് നല്ലപോലെ അതിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചട്ടി ഓഫ് ചെയ്യുക. ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ചട്ടി ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് സിമ്പിൾ മോര് കറിയാണ് കേട്ടോ. ഞാൻ കുമ്പളങ്ങയും അങ്ങനെയൊന്നും വാങ്ങിച്ചത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വയ്ക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീനും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. നമ്മുടെ പുളിയുള്ള ചമ്മന്തിയാണ്. തേങ്ങയും ഇഞ്ചി, മുളക് പൊടി, പുളിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വാഴയിലയും ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കൂടെ വാഴയിലയും കഴുകി ഞാൻ എല്ലാം വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കറികളും സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് ബീട്രൂട്ട്, മോരുകറി, ചമ്മന്തി, അച്ചാർ, ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയായി ഞാൻ ടേബിളിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വാഴയിലയും വാട്ടി പൊതിച്ചോറ് സെറ്റാക്കുകയാണ്. അപ്പോഴത്തേനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ 1 മണിയായപ്പോഴത്തേനും ഫുഡെല്ലാം റെഡി ആയിട്ട് ഞാനിങ്ങനെ പാർക്കിൽ പോയി വന്നതുകൊണ്ട് ലേറ്റാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ വേഗം റെഡിയായി എല്ലാം. അപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. മോര് കറി പിന്നെ നമ്മൾ ഒഴിച്ച് കഴിക്കുകയാണല്ലോ ചെയ്യുന്നത്. അമ്താൻ ഇതെല്ലാം കഴിച്ചോളൂ കേട്ടോ. ബീട്രൂട്ട് കഴിക്കില്ല, എന്നാലും ഞാനതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവന് മീൻ വെക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. പൊതി കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പിന്നെ ഓർക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആൾക്ക് മീൻ കൊടുത്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് പൊതിച്ചോറ് കെട്ടാനൊന്നും വലിയൊരു ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞാനങ്ങനെ റോൾ ചെയ്ത് അങ്ങനെ അവിടെ അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. ഭാഗ്യത്തിന് പൊട്ടിയൊന്നും പോയിട്ടില്ല. പിന്നെ ഒരു ഇല ഇങ്ങനെ ഹോള് വന്നതുകൊണ്ട് പിന്നെ 2 ഇലയിലാണ് എനിക്ക് പൊതിച്ചോറ് കിട്ടിയത്. ഇത് എൻ്റെയാണ് കേട്ടോ. ഹാറൂന് ഞാൻ പ്ലേറ്റിൽ തന്നെയാണ് എടുത്തത്. പിന്നെ ഹാസിമിനും അവർ കഴിക്കുമ്പോൾ ശല്യമാക്കണ്ടെന്ന് കരുതി അവനിക്കും ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും മീനൊക്കെ ഇട്ട് അവനും അവിടെ കൊടുത്ത് സൈഡിലിരുത്തിയിട്ടുണ്ട്. അങ്ങനെ 3 പേരും കൂടി ഇരുന്ന് കഴിക്കണം. എനിക്ക് കുറച്ച് ക്ലീനിങ്ങും തുടയ്ക്കാനും ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാതിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഹംദാന് ഞാൻ അതിൻ്റെ ഇടയിൽ ഫിഷ് ഫ്രൈ എടുത്ത് കൊടുത്തു കേട്ടോ. ഹാസിമ പാത്രത്തിൽ നിന്ന് മീൻ മാത്രം എടുത്ത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കാറ് ഓടിച്ച് കളിക്കുന്നുണ്ട്. എന്നാലും അവരുടെ കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുത്താണ് കേട്ടോ. ഹംദാന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതേ കാലിയാക്കി തന്നിട്ടുണ്ട്. ആളെ 2ാമത് ചോറും ആൾക്ക് ഇട്ട ചോറ് കുറച്ച് കുറവായിരുന്നു. അങ്ങനെ 2ാമതൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം ക്ലീനിങ് ഉണ്ടായിരുന്നു. പിള്ളേരും കൂടി വന്നു കഴിഞ്ഞാൽ വീക്കെൻഡ് ഈ പറഞ്ഞോണം വീട് എപ്പോഴും മെസ്സായിട്ടിരിക്കട്ടെ. നമ്മൾ എത്ര ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. ഹാസിമുള്ളതുകൊണ്ട് പ്രത്യേകിച്ചും. അപ്പോൾ എനിക്ക് തുടച്ചു. പിന്നെ കിച്ചണും ഭയങ്കര മെസ്സായിരുന്നു. ഞാൻ വെള്ളമൊഴിച്ച് ഒരു 4-5 ദിവസം കൂടുമ്പോൾ ഞാനൊന്ന് അടിച്ച് കഴുകുക. ഇവിടെ ഹോളുണ്ട് വെള്ളം പോകാനുള്ള. അപ്പോൾ കിച്ചണൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കിച്ചണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ സമാധാനമായിട്ട് പിള്ളേർ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ തന്നെ. പിന്നെ കുറച്ച് നേരം കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ ഒരു വാഴയിലയുടെ ഫ്ലേവർ കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. ഈ പൊതിച്ചോറ് തുറക്കുമ്പോൾ ഈ വാട്ടിയ വാഴയിലയുടെ ആ ഒരു സ്മെല്ല് അതൊരു രക്ഷയില്ല കേട്ടോ. അത് തന്നെ മതി നമുക്ക് അത് കംപ്ലീറ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കറികളും നന്നായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട റെസിപ്പികളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.